രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ കറി ഉണ്ടാക്കണ്ട, എന്നാൽ കുട്ടികളെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേ വേണ്ട. കാരണം നമ്മൾ ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ബോക്സും റെഡിയാക്കാം, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായിട്ടൊരു പാൻ എടുത്ത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായിട്ട് തക്കാളി വെന്ത് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പരിപാടി ഒന്നുമില്ല. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇത്രയും ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കരുത്, വെറും 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ വെച്ചാൽ മതി. നമുക്ക് മുട്ടയൊന്ന് മിക്സാക്കി എടുക്കുന്ന ടൈം മതി. അപ്പോൾ ഇതാ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുക, കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിച്ചിയെടുക്കുക. അപ്പോൾ ഒരു 4 ഇടിയപ്പം 3 മുട്ടയുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 4 ഇടിയപ്പം ഞാൻ പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എന്നിട്ട് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക. വീണ്ടും കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക 1 സെക്കൻഡ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പതുക്കെ അങ്ങനെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയും മുട്ടയൊക്കെ കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ആ പിച്ചി വെച്ച ഇടിയപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ 2 തവി വെച്ച് ചെയ്യുകയാണെങ്കിൽ അധികം പൊടിയാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇടിയപ്പക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിനും കൊടുത്തു വിടാം. എത്ര നേരം തണുത്തിരുന്നാലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി, നമുക്ക് കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സും ഒരുമിച്ച് റെഡിയായി. അപ്പോൾ ഇതുപോലുള്ള ലഞ്ച് ബോക്സ് സീരീസാണ് ഇനി ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് പോലെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. വെറൈറ്റി എളുപ്പത്തിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കി വെക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്